വചനം യോനയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. അതിൻ്റെ അവസാനത്തിങ്കിൽ ഇങ്ങനെ വായിക്കുന്നു: ആമണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. 1,20,000 പേർ അടങ്ങുന്നതായ ഒരു നിനവെ ജാതി, ഒരു ദ്വീപ് സമൂഹം, ഒരു വശത്തും മറുവശത്ത് യോനയും. ഈ രണ്ട് കൂട്ടരെയും ദൈവം തൂക്കി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഭാരമേറിയ വസ്തു യോനയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യോന ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു, ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. ക്രിട്ടിക്കൽ മൊമെൻറ്റിലൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ടായിരുന്ന ഒരു ഉപകരണമായിരുന്നു യോന. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? ഏതൊരു ചൂടേറിയ കാര്യങ്ങളും ഒരു ചലഞ്ചായിട്ടുള്ള കാര്യങ്ങളും ഒരിടത്ത് ചെന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം യോനയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, 1,20,000 പേർ പാർക്കുന്നതായ നിനവെ പട്ടണത്തിൽ ചെന്ന് അതിനെതിരായിട്ട് ആ പട്ടണത്തിൽ നിന്നുകൊണ്ട് അവർക്കെതിരായിട്ട് പ്രസംഗിക്കാൻ ദൈവം അവനെ നിയോഗിച്ചു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഈ നാടിനെ മുഴുവനും ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്ന് ഒരു മലയുടെ മുകളിൽ കയറി, അല്ലെങ്കിൽ ഉയർന്ന കുന്നിൻ്റെ മുകളിൽ കയറി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടുകാർ വെറുതെ വിടുമോ? മനുഷ്യൻ വെറുതെ വിടുമോ? അവനെ ചുട്ടരിച്ചു കൊല്ലും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോനയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വാക്കാണ് വലുത്. ഈ മനുഷ്യൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവനെ കൊണ്ട് വലിയ പ്രശ്നമില്ല. അവൻ അവരെ ഭയപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ആരംഭത്തിൽ അവൻ അങ്ങനെ ആയിരുന്നു. എന്നാൽ ദൈവം അവനെ ഉപയോഗിക്കുന്നതായ പല വഴികളും, ദൈവം അവനെ സ്നേഹിച്ചതായ പല വഴികളും, അവനോട് കാണിച്ചതായ പല ദീർഘക്ഷമകളും അവൻ്റെ ജീവിതത്തിൽ വളരെ ശാഠ്യബുദ്ധിയിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരനായി മാറുവാൻ അവന് ചില ദുർബുദ്ധികൾ അവനിൽ ജനിക്കുകയുണ്ടായി. അതാണ് യോനയുടെ പുസ്തകത്തിലെ ആകത്തുക. നിനവേക്കാരെ മാനസാന്തരപ്പെടുത്തുന്നതിലും വലിയ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ മുൻപിൽ ഭാരമായിരുന്നത് യോനയെ മാനസാന്തരപ്പെടുത്തുന്നതാണ്. ഈ ലോകക്കാരെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിവസിച്ചു കൊണ്ടിരുന്നതായ ഒരു മനുഷ്യൻ തെറ്റിപ്പോയാൽ 99 വിട്ടിട്ട് ആ ഓടിപ്പോയതിൻ്റെ പുറകെ ദൈവം ഓടിപ്പോകും. അതാണ് ദൈവം കാണിച്ചത്. യോനയുടെ പുസ്തകത്തിൻ്റെ ആകത്തുക അതാണ്. നോക്കൂ, യോനയുടെ ജീവിതം വളരെ രസകരമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും യോനയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മൾ യോനയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? യോനയെപ്പോലും ദൈവത്തെ തിരിച്ചറിഞ്ഞതായ ഒരു മനുഷ്യൻ ലോകത്തിൽ വേറെയില്ല. അവൻ യോനയോട് അല്ലെങ്കിൽ യോന ഒരു ദിവസം ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തോട് നേരിട്ട് മുഖത്ത് നോക്കി പറയുകയാണ്, നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിനുശേഷം പറയുകയാണ്, പറഞ്ഞതുപോലൊന്നും നീ ചെയ്യാത്ത ഒരുവനെ കൊല്ലുമെന്നും നശിപ്പിക്കുമെന്നും പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെട്ടാൽ ഉടനെ നീ നിന്റെ വാക്ക് മാറ്റിക്കളയും. ദീർഘക്ഷമ കൊണ്ട് എൻ്റെ പ്രസംഗത്തിന് ഒരു വിലയുമില്ലാതായി. യോനയുടെ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ പലയിടത്തും ചെന്ന് പ്രസംഗിച്ചു. ഇപ്പം നശിക്കും, പിന്നെ നശിക്കും, ഇപ്പോൾ വെടിപൊട്ടും, ഇപ്പൊ ബോംബ് വീഴും, ഇപ്പോഴനർത്ഥം വരും, അങ്ങനെയൊക്കെ വലിയ തീയും ഗന്ധകവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു മഹാമാരി വരും എന്നൊക്കെ ഞാൻ പ്രസംഗിക്കും. പക്ഷെങ്കിൽ ആ ദേശക്കാരും ആ മനുഷ്യരുമൊക്കെ മാനസാന്തരപ്പെടുമ്പോൾ, ദൈവമേ, നീ നിന്റെ മനസ്സ് മാറി നീ വളരെ സ്വസ്ഥമായി അവരുമായിട്ട് വളരെ വലിയ ഒരു ഐക്യത്തിൽ അങ്ങ് എത്തും. പ്രസംഗിച്ച ഞാൻ അവിടെ അവരുടെ മുൻപിൽ വലിയൊരു കോപപാത്രമായി മാറും. എൻ്റെ പ്രസംഗത്തിന് ഒരു വിലയുമില്ലാതായി മാറും. ആരും എന്നെ പ്രസംഗത്തിന് വിളിക്കത്തുമില്ല, എൻ്റെ പ്രസംഗം കേൾക്കാൻ ആരും താല്പര്യപ്പെടുത്തുമില്ല. ഇങ്ങനെയൊക്കെ ദൈവം യോനയോട് ചെയ്തത് കൊണ്ട് യോനയുടെ മനസ്സ് അല്പാൽപമായി നിർബന്ധ ബുദ്ധിക്ക് അധനപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം യോനയോട് പറഞ്ഞു, 1,20,000 പരം ആൾക്കാർ ജീവിക്കുന്നതായ നിനവേക്കെതിരായിട്ട് ചെന്ന് നീ ഒന്ന് പ്രസംഗിക്കണം. സാധാരണ ഒരു കഠിനമായ ഒരു ഡ്യൂട്ടിയാണ് യോനയ്ക്ക് കൊടുത്തിരിക്കുന്നത്.
1,20,000 പേരുടെ മുൻപിൽ ചെന്ന് 4-ാം തീയതി 10-ാം തീയതി ഒരാഴ്ചയ്ക്കകം 10 ദിവസത്തിനകം നിങ്ങൾ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ പോകുന്നു എന്ന് ദൈവം എന്നോട് പറഞ്ഞെന്നൊക്കെ ചെന്ന് പറഞ്ഞാൽ അവന് നല്ല ധൈര്യമുണ്ടായിട്ടാണ് ദൈവം അവനോട് പറഞ്ഞത്. അവൻ അങ്ങനെ ചെയ്യാൻ നല്ല ബലമുള്ളവനായതുകൊണ്ടാണ്. പലയിടത്തും ദൈവം അവനെ ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. പക്ഷെങ്കിൽ യോനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെന്തോ ഒരക്കിടി, ഒരു കുരുക്ക് ദൈവം ഇതിൻ്റെ പിന്നിൽ എനിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നിർബന്ധ ബുദ്ധിയായിട്ട് എന്നെ അയക്കുന്നത്. എന്തായാലും ഇരുമനസ്സുള്ളവനായി അവൻ കടൽക്കരയിൽ ചെന്നു, തുറമുഖത്ത് ചെന്നു. പെട്ടെന്ന് അവൻ്റെ കൺമുമ്പിൽ തർശീശിലെ കപ്പൽ കണ്ടു. അവൻ വിചാരിച്ചു, നിനവയിലേക്ക് പോകണ്ട, നേരെ തർശീശിലേക്ക്. എന്നെ ഇവിടെ വെച്ചെങ്ങും കാണണ്ട. നാളെ ദൈവം എന്നെ അന്വേഷിച്ച് നീ പോയില്ലയോ എന്ന് ചോദിച്ചാൽ എന്നെ എവിടെയെങ്കിലും കാണണ്ട. അതുകൊണ്ട് ഒളിച്ചോടി. യോനയുടെ ഹൃദയം അത്രയ്ക്ക് വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. സർവശക്തിയുള്ള ദൈവം അവൻ എവിടെ പോയിരുന്നാലും അവനെ കാണുന്നു എന്നുള്ളതായ ഒരു ബോധം അവനില്ലാതായിപ്പോയി. അവനായിരുന്ന ദേശത്തു നിന്ന് ഒളിച്ചോടിയാൽ ദൈവം നാളെ തേടി വരുമ്പോൾ എന്നെ കാണത്തില്ല, അവൻ തീർച്ചയായിട്ടും നിനവേക്ക് പോയതായിരിക്കും എന്ന് ദൈവം വിചാരിച്ചുകൊള്ളും എന്ന് യോന ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ തെറ്റായ ധാരണ ദൈവത്തെക്കുറിച്ചുള്ളതായ നാം പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെന്നുള്ളതായ ഒരു ബോധം നമ്മിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെക്കുറിച്ചൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യോനയ്ക്ക് ദൈവത്തെക്കുറിച്ച് ഭയക്കുറവൊന്നുമില്ല കേട്ടോ. ദൈവം ആരാണെന്ന് യോനയ്ക്ക് നന്നായിട്ട് അറിയാം. നോക്കൂ, യോനയുടെ ആ വലിയ ഒരു കഠിനമായ ഒരു ധൈര്യത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ എന്താണ് യോനയ്ക്ക് സംഭവിച്ചതെന്നറിയാമോ? പോയ വഴിയിൽ കപ്പൽ ഛേദമുണ്ടായി. കപ്പൽക്കാരോട് ധൈര്യമായിട്ട് പറയുകയാണ്, ഞാനൊരു യഹൂദൻ, കടലിനെയും കരയെയും വള്ളത്തെയും കപ്പലിനെയും ഒക്കെ സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, അവനെ ഭജിക്കുന്നവനാണ്. കപ്പൽക്കാർക്ക് അത് കേട്ടപ്പോൾ, അയ്യോ ഇത് നീ എന്തിനു ചെയ്തു? യോനെ അടുത്ത ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും സാമഗ്രികളും ഒന്നും എറിഞ്ഞു കളയണ്ട, രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാൻ അനുസരണം കെട്ട് വരികയാണ്. ഒരു കാര്യം ചെയ്യൂ, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളയുക. ആരെങ്കിലും നമ്മൾ പറയുമോ? ഏതെങ്കിലും ഒരു ധൈര്യശാലി എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളയുക, അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും അങ്ങനെ പറയും? നമ്മളും അവരോടൊപ്പം കരഞ്ഞു നിലവിളിക്കും, കർത്താവേ എന്നോട് രക്ഷിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും. പക്ഷെ യോനയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തെ നല്ല പരിചയമുണ്ട്. ദൈവം അങ്ങനെ ഒരു വാക്കുകൊണ്ട് മനസാന്തരപ്പെടുന്ന വ്യക്തിയല്ലെന്നും യോനയ്ക്ക് മനസ്സിലായി. കാരണം തെറ്റ് അവൻ്റെ കയ്യിലുണ്ടല്ലോ. അവൻ തെറ്റിനെ വിടുവാൻ അവൻ സന്നദ്ധനല്ല. അവനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു പാപ സ്വഭാവം അവനിൽ വന്നിരിക്കുന്നതിനാൽ അതിൽ നിന്ന് സ്വതന്ത്രനാകുവാൻ യോന ആഗ്രഹിച്ചില്ല. യോനയ്ക്ക് ഒരു കാര്യം അറിയാം, ഞാൻ കടലിൻ്റെ ആഴത്തിൽ പോയിരുന്നാലും ശരി എന്നെ തേടി വരും. ദൈവം നമ്മൾ പോകുന്നതായ സ്ഥാനങ്ങളിലൊക്കെ ദൈവം നമ്മെ തേടി വരുന്നത് പലപ്പോഴും നമ്മിൽ നിർബന്ധ ബുദ്ധി വളരുന്നതിന് കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ അതാണ് നമ്മെ ധരിപ്പിക്കുന്നത്. ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. താൽക്കാലികമായ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകുന്നു. അത് നശിച്ചു പോകുന്നതോ അതിനെന്ത് ബലമുണ്ടെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. ഒരാവണക്കിന് എത്ര ബലമുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആവണക്ക് മരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ വെറും ഒരു ചെറിയ തണ്ടിന്മേൽ വളരുന്നതായ ഒരു താൽക്കാലിക സീസണൽ ചെടിയാണ് ആവണക്ക്. അല്പം വെള്ളം കുറഞ്ഞു പോയാൽ ആവണക്ക് പെട്ടെന്ന് തളർന്നതുപോലെ ഇല വാടി നിൽക്കും. ഒരു അത്യുഷ്ണമേറ്റാൽ ആവണക്ക് കരിഞ്ഞു പോകും. ദൈവം യോനയ്ക്ക് വേണ്ടി കൊടുത്തത് ആവണക്കാണ്. യോന ആവണക്കിൻ്റെ ബലമൊന്നും നോക്കിയില്ല. ആവണക്കിൻ്റെ ബലമല്ല യോനയുടെ മുൻപിൽ ബലമായിട്ടുള്ളത്, അവൻ്റെ പ്രസംഗത്തിൻ്റെ നടത്തിപ്പാണ്. അവൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. ഈ ആവണക്കിനെ സദാകാലത്തേക്ക് നിർത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ഒരു പക്ഷെങ്കിൽ യോന വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് ആവണക്ക് നിമിത്തം യോന വളരെയധികം സന്തോഷിച്ചത്. ദൈവമോ അതിനെ ഒരു കിഴക്കൻ കാറ്റയച്ച് ആവണക്കിനെ തകർത്ത് കളഞ്ഞു, കരിച്ചു കളഞ്ഞു, വാടിച്ചു കളഞ്ഞു.
അതിനെ ചുട്ടരിച്ചപ്പോൾ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? യോനയ്ക്ക് പെട്ടെന്ന് കോപമുണ്ടായി. നോക്കൂ, സന്തോഷിച്ചതായ ഒരു ദിവസം സന്തോഷിച്ച യോന പിറ്റേ ദിവസം അവൻ കോപിക്കുന്നു. ദൈവം അവൻ്റെ അടുത്ത് ചെന്നു 1,20,000 പേരെ അങ്ങേപ്പുറത്ത് കാണിച്ചു. അനേകർ നശിച്ചു പോകുന്ന സ്ഥാനത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചു. അനേകർ നശിക്കാവുന്നതായ സ്ഥാനത്ത് വെച്ച് ഞാൻ നിന്നെ മാനിച്ചു. അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും പലപ്പോഴും നിന്നെ ശിക്ഷിക്കുവാൻ ഞാൻ അമാന്തിച്ചു, ഞാൻ താമസിച്ചു. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്നെ പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതായ ഒരു ദാക്ഷിണ്യം നിൻ്റെ മുഖത്ത് കാണിച്ചുകൊണ്ട് നിൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണം, നിൻ്റെ വാക്കുകൾക്കൊത്തവണ്ണം, നിൻ്റെ കോപത്തിനനുസരിച്ച്, നിൻ്റെ പാപത്തിനനുസരിച്ച്, നിൻ്റെ അകൃത്യത്തിനനുസരിച്ച്, നിൻ്റെ നിർബന്ധ ബുദ്ധിക്കനുസരിച്ച് നിന്നെ ശിക്ഷിക്കുവാൻ ഞാൻ വരാഞ്ഞതുകൊണ്ട് നീ നിൻ്റെ അകൃത്യത്തിൽ വളർന്നു. ഇപ്പോൾ നീ എന്നോട് നേരിട്ട് മുഖത്തോട് മുഖം നോക്കി കോപിക്കുന്ന മനുഷ്യനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നിനവേക്കാരുടെ മാനസാന്തരത്തെക്കാൾ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ഭാരമായി തീർന്ന വിഷയം ദൈവത്തിൻ്റെ ദാസനായിരുന്ന യോനയുടെ മാനസാന്തരമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ലോകത്തിലെ സകല മനുഷ്യരെക്കാളും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് ഇതിൽ കൂടെ നൽകുന്നത്. 1,20,000 പേരെ ഒരു ത്രാസിൽ വെച്ചുകൊണ്ട്, ഒരു തുലാസിൽ വെച്ചുകൊണ്ട് യോനയുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം വില പറയുന്ന ഒരവസ്ഥ. ദൈവത്തിൻ്റെ മുൻപിൽ അതാണ് വലുത്. ദൈവത്തിൻ്റെ മുൻപിൽ അവൻ്റെ ശുശ്രൂഷയാണ് വലുത്. ദൈവത്തിൻ്റെ മുൻപിൽ അവൻ്റെ സ്നേഹമാണ് വലുത്. കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ ലോകവും അതിൻ്റെ മോഹവും നശിച്ചു പോകും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ ഒരു നാളും നശിക്കയില്ലെന്നൊരു വെളിപ്പാട് ലഭിച്ചതായ ഒരു മനുഷ്യൻ, അവനെ നശിപ്പിച്ച് കളയുവാൻ ദൈവത്തിന് മനസ്സില്ല. അവനോട് മഹാകരുണ ഉണ്ടാകുന്നു. അവൻ്റെ പുറകെ ദൈവം പോകുന്നു. അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. അവൻ്റെ താൽക്കാലികമായിട്ടുള്ള ചില ചിന്താഗതികളെക്കുറിച്ച് ദൈവം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. താൽക്കാലികമായ വിഷയങ്ങളിൽ സന്തോഷിക്കുവാൻ പാടില്ല എന്ന് അവനെ പല ഉദാഹരണങ്ങളിൽ കൂടെ, അനുഭവങ്ങളിൽ കൂടെ അവനെ മനസ്സിലാക്കുന്നു. ഇതെല്ലാം എന്തിന് ദൈവം ചെയ്തതെന്നറിയാമോ? യോനയെ ദൈവം സ്നേഹിക്കുന്നതിനാൽ. 1,20,000 പേരെക്കാൾ കൂടുതൽ ദൈവം യോനയെ സ്നേഹിച്ചു. യോനയുടെ മാനസാന്തരം ദൈവത്തിന് ആവശ്യമാണ്. നമ്മുടെ മാനസാന്തരമാണ് ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒരു കാലത്ത് അപ്പനെയും അമ്മയെയും ചാർച്ചക്കാരെയും സഹോദരങ്ങളെയും അവരുടെ ആ ബലവും അവരുടെ അധികാരവും അവരുടെ നിർബന്ധ ബുദ്ധിയും അവരുടെ പാരമ്പര്യവും ഒക്കെ വിട്ടുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു. കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചുള്ളതായ അറിവുള്ളവരായി തീർന്നു. ദൈവത്തിൻ്റെ ആ ബലത്തെക്കുറിച്ച് അറിയുവാൻ നാം താല്പര്യപ്പെട്ടു. കർത്താവിനെ സ്നേഹിച്ചതിനാൽ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടു. ദൈവം നമ്മോട് വാഗ്ദത്തങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മളെ കേൾപ്പിച്ചു. അനേക കാര്യങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിച്ചു. പിന്നെ എങ്ങനെ ദൈവം നമ്മെ വിട്ടുകളയും? നമുക്ക് ശിക്ഷകൾ തന്നുകൊണ്ട് ദൈവം നമ്മെ തിരികെ വരുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നിർബന്ധിക്കുകയാണ്. അനേക അനുഭവങ്ങളിൽ കൂടെ കൊണ്ടുപോയി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നമ്മളെ തള്ളിക്കളഞ്ഞതിന് ശേഷം അവിടെയും തൻ്റെ ചിറകുകൾ കൊണ്ട്, തൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മെ കോരിയെടുക്കുന്ന ഒരനുഭവം. എന്നാണ് ഇതിൻ്റെ അർത്ഥം? നാം വീണ്ടും വീണ്ടും നിർബന്ധ ബുദ്ധിയിൽ നിന്ന് നിർബന്ധ ബുദ്ധിയിലേക്കുള്ളതായ ഒരു അധമമായ താഴ്ചയാണോ അതോ ഒരു തിരിച്ചുവരവാണോ നമുക്ക് ആവശ്യം? ദൈവത്തിൻ്റെ ആത്മാവ് യോനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു, തിരികെ വരുവേ, യു കം ബാക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവൻ്റെ ദീർഘക്ഷമയെയും കുറിച്ചുള്ള ഒരു ബോധം ദൈവം നമ്മുടെ മുൻപിൽ കാണിച്ചു തരികയാണ്. അവൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മളിൽ വരുമ്പോൾ താൽക്കാലികമായ വിഷയങ്ങളിൽ ഉള്ളതായ സന്തോഷം നമുക്ക് കുറയും. നിത്യമായ വിഷയങ്ങളിൽ, ഒരിക്കലും നശിച്ചു പോകാത്തതായ ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ജീവവൃക്ഷത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം നമുക്കുണ്ടാകും. ഈ താൽക്കാലികമായി വളർന്നു പോകുന്നതായ ആവണക്കിനെ കുറിച്ചുള്ളതായ ഒരു ചിന്ത നമ്മളിൽ നിന്ന് അല്പാൽപമായി നഷ്ടപ്പെടും. യോനയുടെ ജീവിതത്തെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത് നിനവേക്കാരുടെ മാനസാന്തരത്തെക്കുറിച്ചല്ല, യോനയുടെ മാനസാന്തരത്തെയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് അവിടെ സംസാരിക്കുവാനുള്ളത്. നാം ഇന്ന് വായിച്ചതായ കുറിവാക്യം ഒന്ന് നോക്കുക. അവിടെ എന്താണ് വായിക്കുന്നത് അറിയാമോ?
ഈ ആവണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ആവണക്ക് നിമിത്തം യഹോവയോട്, ദൈവത്തോട് യോനയ്ക്ക് വീണ്ടും കോപമുണ്ടായി, ഉഗ്ര കോപമുണ്ടായി. ദൈവത്തോട് അവൻ പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. കാരണം നിലവിളിക്കുമ്പോൾ, കണ്ണുനീരൊഴിക്കുമ്പോൾ മനുഷ്യരോട് നീ മനസ്സലിവുള്ളവനും ദീർഘക്ഷമയുള്ളവനാകൊണ്ട് എൻ്റെ വാക്ക് ഫലിക്കത്തില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു. നമ്മുടെ വാക്കുകൾക്കാണ് വില കൊടുത്തത്. ആര് നശിച്ചാലും, ആര് മരിച്ചാലും, ആര് ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടിരുന്നാലും ശരി, നമ്മുടെ വാക്കുകൾ ഫലിക്കണമെന്നും നമ്മുടെ വാക്ക് നടപ്പാകണമെന്നും പലപ്പോഴും നമ്മൾ ചിന്തിച്ചു. എന്നാൽ ദൈവത്തിന് അങ്ങനെയുള്ളതായ അഭിപ്രായങ്ങൾ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ അറിയാമോ? നമ്മുടെ വാക്കിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ വാക്കിനാണ് വില എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരും. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ആവണക്കുകളെ കുറിച്ചുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടാകും. നമ്മുടെ ദിവസങ്ങൾ അനേക ആവണക്കുകൾ ദൈവം നിറച്ച് വെച്ചിരിക്കുകയാണ്. ചില ആവണക്കുകളെ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ ഉഷ്ണക്കാറ്റ് കൊണ്ട് ഉണങ്ങുന്നത് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് തരുവാനുള്ളതായ ചില പാഠങ്ങൾ അവിടെ അവശേഷിക്കുന്നു. ചില പാഠങ്ങളിലേക്ക് അത് നമുക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം യോനയെ പോലെ ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിക്കുന്നവരാകരുത്. താൽക്കാലികമായ സുഖങ്ങളിൽ, താൽക്കാലികമായ ലാഭങ്ങളിൽ, താൽക്കാലികമായ ചിന്തകളിൽ, താൽക്കാലികമായ അനുഗ്രഹങ്ങളിൽ, ആത്മീകമാകട്ടെ ഭൗമികമായിക്കട്ടെ, നമുക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നമ്മളുടെ സന്തോഷം അത്യന്തമാകുമ്പോൾ ദൈവം ചിലപ്പോൾ ചില കിഴക്കൻ കാറ്റുകളെ അയച്ച് താൽക്കാലികതകളെ മാറ്റും. എന്തിനു വേണ്ടിയാണ് ദൈവം താൽക്കാലികതകളെ മാറ്റുന്നത്? നിത്യമായത് നമ്മിൽ ഉറപ്പാക്കുവാൻ, ഒരു നിത്യമായ രാജ്യത്തിലേക്ക് നമ്മെ യോഗ്യരാക്കുവാൻ, നമ്മിൽ നിന്ന് താൽക്കാലികതകളുടെ ഒരു അതിനെ മുഴുവനും മാറ്റിക്കളയേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. നിനവേക്കാരേക്കാൾ കൂടുതൽ, ഈ ലോകത്തിലെ സകല മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ചാർച്ചക്കാരേക്കാൾ കൂടുതൽ, നിന്റെ കുടുംബത്തിലേക്കാൾ കൂടുതൽ, മാതാപിതാക്കളെക്കാൾ കൂടുതൽ, നിന്റെ മക്കളെക്കാൾ കൂടുതൽ, നിന്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കാരണം നീ ദൈവത്തെ നിന്റെ ആ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിന്റെ വ്യക്തിപരമായ ആ അനുഭവത്തിലേക്ക് നീ ഒരു ദിവസം ക്ഷണിച്ചു വരുത്തിയവനാണ്. ആ ദൈവത്തെ സ്വീകരിച്ചവൻ